കഴിഞ്ഞ ആഴ്ച ഇപ്പൊ വിഷു ഒക്കെ ആയിട്ട് എവിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ആഴ്ച എന്തായാലും എവിഷൻ ഉണ്ടാവും. ഡബിൾ എവിഷന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പുറത്തു പോകുന്ന ജാൻമണിയും ശ്രീരേഖയും തന്നെ ആവാനാണ് സാധ്യത. ഏറ്റവും കുറവ് വോട്ട് ജാൻമണിക്ക് തന്നെയാണ്. ജാൻമണി കഴിഞ്ഞാൽ പിന്നെ ശ്രീരേഖയ്ക്കും ശരണയ്ക്കും അൻസിബയ്ക്കൊക്കെയാണ് വോട്ട് കുറവ്. 19 പേരുണ്ട് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ. ഒന്നാമത് കഴിഞ്ഞ എവിഷൻ നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് 2 പേര് പുറത്താകുക തന്നെ ചെയ്യും. ജാൻമണി അപ്പൊ പവർ ടീമിലൊക്കെ കയറിയിരിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ച പുറത്തു പോയില്ലെങ്കിൽ അവിടെ നിന്ന് പോകുകയുള്ളൂ. എന്തായാലും ഇന്ന് ജാൻമണിയെ ബിഗ് ബോസ് പുറത്താക്കും. അർജുനോടൊക്കെ ഭയങ്കര വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുന്ന ആളാണ് ജാൻമണി. ഇന്നലെ അർജുൻ പുള്ളിക്കാരിനെ ഉദ്ദേശിച്ചാണ് 9 പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി അത് വരുത്തി തീർത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ജാൻമണി അപ്പൊ പുറത്ത് തന്നെ പോട്ടെ. അവിടെയുള്ള കണ്ടസ്റ്റൻസിൽ പിന്നെ വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ശ്രീരേഖ തന്നെയാണ്. ശരണ്യ ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഈ ആഴ്ച പിന്നെ സിജോ തിരിച്ചു വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മിഡ് വീക്കിലാണ് സിജോ വരുന്നത് എന്നറിയുന്നു. അടുത്ത ആഴ്ച അപ്പൊ സിജോയും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കളികൾ മാറി മറിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വന്ന വൈൽഡ് കാർഡ്സിന്റെ കളികളും എല്ലാം പുറത്തുനിന്ന് കണ്ടുവന്ന സിജോയ്ക്ക് എന്തായാലും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ തന്നെ നിന്ന് കളിക്കാൻ അറിയാവുന്ന ഒരു ഗെയിമർ തന്നെയാണ് സിജോ എന്ന് നമുക്ക് മനസ്സിലായതാണ്. ഇതിന്റെ വാലിൽ എന്തായാലും സിജോ നടക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.